ഇപ്പോൾ ഒരേ ഒരു വിസ്മയം കളവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവ് പറയാൻ തുടങ്ങും. 9 കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ മേലെ പറഞ്ഞത്. അതാണ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞത്. ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നൽകുമെന്ന് പറഞ്ഞ് 1.5 വർഷമായിട്ടും അതിൻ്റെ ഒരു കല്ല് പോലും ഇടാതെ പറ്റിച്ച ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എവിടെയാണ് വൈദ്യുതി എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ. കാരണം പണം ഇവർ പിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയാ പിരിച്ചതെന്നുള്ള വിവരവുമില്ല. എത്ര കോടിയാണ് പിരിച്ചത് എന്നുള്ളതിനെ പറ്റി ഒരു വിവരവുമില്ല. ഇപ്പോൾ DYFI പിരിച്ച് അവർ പറഞ്ഞു ഞങ്ങൾ വീട് കൊടുക്കുന്നു. അത് 20 കോടിയാണ് കൊടുത്തത്. 20 കോടി അവർ പിരിക്കുകയല്ല ഇത്. അവർ ഈ പാഴ്വസ്തുക്കൾ ശേഖരിച്ചു, അതുപോലെ തന്നെ അധ്വാനം നിർവഹിച്ചു. അങ്ങനെ അവർ കേരളത്തിൽ നടത്തിയ ഒരു വർക്കിന്റെ ഭാഗമായിട്ടാണ് അവർ 20 കോടി ഉറുപ്പിക കൊടുത്തത്. അപ്പോൾ 20 കോടി ഉറുപ്പിക എന്ന് പറയുന്നത് ഇന്നത്തെ പരിസ്ഥിതിയിൽ കണക്ക് കൂട്ടി നോക്കിയാൽ അവർ ആദ്യം തീരുമാനിച്ച് 25 വീട് കൊടുക്കുന്നതാണ്. അത് അതിനേക്കാൾ എത്രയോ കൂടുതൽ വീട് കൊടുക്കാനുള്ള പണം അവർ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവർ ഈ കോൺഗ്രസ്സുകാർ ഒരു സംഭാവനയും കൊടുക്കാൻ പാടില്ല, ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു പൈസയും കൊടുക്കാൻ പാടില്ല എന്നും കോൺഗ്രസ് ജീവനക്കാർ അതിന്റെ ഓർഡർ കത്തിച്ചു. ഞങ്ങൾ നയാ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾ തന്നെ ഫണ്ട് പിരിക്കും. അവർ തന്നെ ഫണ്ട് പിരിച്ചു. ആപ്പടിസ്ഥാനത്തിന് ഫണ്ട് പിരിച്ചു. ഈ ഫണ്ടെല്ലാം പിരിച്ച് ഈ ഫണ്ട് എവിടെയാ പോയെ, എത്രയാ ഫണ്ട് പിരിച്ചത് ഒന്നും ഇന്നേ വരെ ഫണ്ടില്ല. അവിടെ ഞങ്ങൾ സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. 230 വീട് അവിടെ പറഞ്ഞത്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ 100 വീട്, കാരണം അവിടെ മുമ്പ് MPA എന്നല്ലോ. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ 100 വീട്, യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്, അങ്ങനെ 230 വീടാണ് നിർമ്മിക്കുന്നത്. ഒരു വീടിന്റെ പണിയും ആരംഭിച്ചിട്ടില്ല. അതിന് അവർ പറയുന്നത് ഞങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ, സർക്കാരിന്റെ മുന്നിൽ വീട് നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തി നൽകണമെന്ന് പറഞ്ഞു. അത് തരാതെ കൊണ്ടാണ് APCCയുടെ വീട് നിർമ്മാണം വൈകിയത് എന്ന കല്ലുവെച്ച നുണയാണ്. ഈ നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഉൾപ്പെടെ പങ്കെടുത്ത ഔദ്യോഗിക യോഗത്തിൽ ഗവൺമെന്റ് തന്നെ പണം കൊടുത്ത് ഭൂമി വാങ്ങുകയും ചെയ്തു. അപ്പോൾ ഗവൺമെന്റിന് എവിടെയാ ഭൂമി കൊടുക്കാൻ പറ്റുക? അതുകൊണ്ട് പുറത്തുള്ള ഏജൻസികൾക്കൊന്നും ഭൂമി നൽകുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ തന്നെ 44 കോടി രൂപ കൊടുത്തുകൊണ്ടാണ് ഭൂമി വാങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കേസുണ്ടായി. ആ കേസ് ഉൾപ്പെടെ എല്ലാം അവസാനിച്ചതിന് ശേഷമാണ് അവിടെ പണി ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്പോൺസർമാർക്ക് സ്ഥലം സർക്കാർ നൽകില്ല എന്ന് സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ്, ഞാൻ നേരത്തെ പറഞ്ഞ ഉപനേതാവ് ഉൾപ്പെടെ പങ്കെടുത്ത 2024 ഡിസംബർ 30 നടന്ന യോഗത്തിൽ ഈ തീരുമാനം അറിയിച്ചതാണ്. 2024 ഡിസംബർ 30 നടന്ന യോഗത്തിൽ സ്പോൺസർമാർക്ക് ഭൂമി നൽകുന്ന കാര്യം ഗവൺമെന്റ് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല, ഞങ്ങൾ തന്നെ പണം കൊടുത്ത് ഭൂമി വാങ്ങുകയാണ് ചെയ്തത് എന്ന് ഇവരെല്ലാം പങ്കെടുത്ത യോഗത്തിൽ തന്നെ കാര്യമായി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് കള്ളം പറയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഗവൺമെന്റ് വീട് വെക്കാൻ സ്ഥലം വിട്ടുതരാതെ കൊണ്ടാണ് എന്നുള്ള കള്ളപ്രചരണം നടത്തുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തീരുമാനം അറിയിച്ചതിന് ശേഷവും ഞങ്ങൾ വൈകില്ലല്ലോ എന്നാണ് അവർ പറയുന്നത്. ഒരു 4 മാസമേ ആയിട്ടുള്ളൂ എന്ന കാര്യം അവർ പ്രചരിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം ലീഗ് വീട് നിർമ്മിക്കുന്ന കാര്യം നേരത്തെ തന്നെ അവർ ഭൂമി വാങ്ങി പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന കോൺഗ്രസിന്റെ വീട് പണി യഥാർത്ഥത്തിൽ എവിടെയും തുടങ്ങിയിട്ടുമില്ല. 3 ഏക്കർ സ്ഥലം, 3.5 ഏക്കർ സ്ഥലമാണ് അവർ കണ്ടുപിടിച്ചത്. അത് റോഡും കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ എത്ര വീട് ഉണ്ടാക്കാൻ പറ്റുക? 100 വീട് ഉണ്ടാക്കണമല്ലോ. എത്രയാ പണം കിട്ടിയിട്ടുള്ളത് എന്നതിനെ പറ്റി പറയുന്നുമില്ല. അതാണ് ഒന്നാമത്തെ കളവ്. ഇനി രണ്ടാമത്തത്, കോൺഗ്രസിന്റെ 100 വീട് വാഗ്ദാനം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി. കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിന്റെ 100, കോൺഗ്രസിന്റെ 100, യൂത്ത് കോൺഗ്രസിന്റെ 30, അങ്ങനെ 230 വീടാണ് പ്രഖ്യാപിച്ചത്. അതിപ്പോൾ അവർ പറയുന്നത് 100 വീടാക്കി ചുരുക്കി എന്നാണ്. അതെങ്ങനെ 100 വീടായി ചുരുങ്ങിയ? 230 വീട് വേണമല്ലോ. രാഹുൽ ഗാന്ധിന്റെ 100 വേണം, കോൺഗ്രസിന്റെ 100, അതും കോൺഗ്രസിന്റെ തന്നെ 100 കോൺഗ്രസിന്റെ വേണം, 30 യൂത്ത് കോൺഗ്രസിന്റെയും വേണം. അതിപ്പോൾ 100 ചുരുക്കി എന്ന് ഇപ്പോൾ പറയുകയാണ്. അതും ശരിയായ രീതിയിൽ ആദ്യം പറഞ്ഞിരുന്നത് വ്യത്യസ്തമായ ഒരു പുതിയ കളവാണ്. മൂന്നാമത്തത്, ലീഗിന്റെ വീടുകൾ പൂർത്തിയാവുകയാണ്. ഉടൻ തന്നെ കോൺഗ്രസിന്റെ വീടുകളും പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത്. കോൺഗ്രസിന്റെ വീട് എങ്ങനെയാ പൂർത്തിയാക്കുക? കോൺഗ്രസിന് തറക്കല്ലിട്ടില്ല, പിന്നെ വീട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ എന്ത് കാര്യമുള്ളത്? അപ്പോൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്ത് കളവും പറയുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇനി ഒരു സ്ഥലം നോക്കുന്നുണ്ട് എന്നാണ്. നോക്കിയേ, ഇത്രയും കാലമായിട്ട് 1.5 കൊല്ലമായി എന്നിട്ടാണ് നോക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ
ഇങ്ങനെയുള്ള കളവുകളാണ് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടുകൾ ഉടൻ പൂർത്തിയാവുമെന്നാണ് അവരിപ്പോൾ പറയുന്നത്. അതൊന്നും സത്യമല്ല, കളവാണ് എന്നുള്ളത് സത്യമാണ്. ഈ നാലാമത്തത്, കർണാടക സർക്കാർ 100 വീട് പൈസ തന്നല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെതാണ് എന്ന് വരുത്താനായി ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ കർണാടക ഗവൺമെൻറ് തരുന്നത് കോൺഗ്രസിൻ്റെ വീടാകുക? ഇപ്പോൾ കേരള ഗവൺമെൻറ് കൊടുക്കുന്നത് CPM-ൻ്റെ വീടാണോ? ഇവിടെ ദുരന്തമുണ്ടായിരുന്ന പല സന്ദർഭങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിൽ നമുക്കും തന്നിട്ടുണ്ട്, നമ്മൾ വിവിധ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിലാണോ ഉൾപ്പെടുത്താൻ സാധിക്കുക? അപ്പോൾ തെറ്റായ പ്രചാരവേല നടത്തുകയാണ്. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒഡീഷയ്ക്ക് 10 കോടി കൊടുത്തു, ഹിമാചലിന് 7 കോടി കൊടുത്തു, കേരളം തന്നെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട് കൊടുങ്കാറ്റുണ്ടായപ്പോൾ 18 കോടിയിലേറെ നമ്മൾ സമാഹരിച്ച് നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആന്ധ്ര സർക്കാർ 10 കോടി നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് 5 കോടി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ കണക്കുകൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് തന്ന അവർ പറഞ്ഞ സംഖ്യ അനുസരിച്ച് അത് അവർ മുഴുവൻ തന്നു കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ഇപ്പോൾ കണക്കിൻ്റെ ഭാഗമായിട്ട് അറിയാം. അവർ തരുമെന്ന് പറഞ്ഞത് 20 കോടിയാണ്, 10 കോടിയാണ് കിട്ടിയത്. അല്ല, 10 കോടി കിട്ടിയത് കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ 10 കോടി കോൺഗ്രസിൻ്റെ 10 കോടിയാണ് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അത് കർണാടക ഗവൺമെൻറ്റിൻ്റെ 10 കോടിയാണ്. കേരളവും മറ്റ് സംസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ അക്കൗണ്ടിൽ പറയുന്നത് ശരിയല്ല, അത് കളവാണ്. പിന്നെ 5-മത്തത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം നൽകിയവരാണ് ഞങ്ങളെല്ലാം എന്ന് അവർ പറയുണ്ടായി. ആരോടായി പറയുന്നത്? MLA-മാർ, അതുപോലെ തന്നെ MP-മാർ, സർവീസിലുള്ള ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോടെല്ലാം പറഞ്ഞിട്ട് അവരൊന്നും കൊടുത്തിട്ടില്ല. ആകെ നമ്മൾ MLA-മാർ കൊടുത്തു എന്ന് പറയാൻ സാധിക്കുന്നത് പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല, കൽപ്പറ്റ MLA കൊടുത്തു. എല്ലാ കോൺഗ്രസ് MLA-മാരും MP-മാരും കൊടുത്തോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. 2-3 ആൾ കൊടുത്തു, എന്നിട്ട് ബാക്കിയുള്ളവരൊന്നും കൊടുത്തില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങൾ കൊടുത്തു എന്നുള്ള കാര്യം പറയുകയാണ്. അന്നത്തെ വയനാട് MP ചില്ലി കാശ് കൊടുത്തിട്ടുണ്ടായിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തല ശമ്പളം നൽകിയപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നത് അന്നത്തെ KPCC അധ്യക്ഷൻ K. സുധാകരനാണ്. ഞങ്ങൾ നേരിട്ട് പിരിച്ചെടുക്കും, പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് നൽകുന്നത് എന്നുള്ള ചോദ്യമാണ് അന്ന് KPCC പ്രസിഡന്റ് ചോദിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ വലിയൊരു ദുരന്തമുണ്ടായിട്ട് ജീവനക്കാരോടും അതുപോലെ തന്നെ അധ്യാപകരോടും ഒപ്പം MLA-മാരും MP-മാരും എല്ലാം ഇതിനു വേണ്ടി വരുന്ന ഒരു ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന നൽകണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഇവിടെയുള്ള MP ഉൾപ്പെടെ കൊടുത്തിട്ടില്ല. 3 ആളാണ് ആകെ കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളവരൊന്നും കൊടുത്തത് തെറ്റായി പോയി എന്നാണ് സുധാകരൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് സ്ഥിതി. പിന്നെ എല്ലാവരും KPCC-യുടെ ഫണ്ടിലേക്ക് പണം നൽകണം എന്നാണ് അന്ന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ആഹ്വാനം ചെയ്തത്. ഒരു വർഷമായപ്പോൾ കോൺഗ്രസിൻ്റെ പണം പിരിക്കുന്ന ഈ ആപ്പ് പ്രവർത്തനരഹിതമായി. അവരൊരു ആപ്പ് വെച്ചിട്ടാണ് ഇത് പിരിച്ചത്. അതിപ്പോൾ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തു എന്ന് പറയുന്നത് കളവ്. 6, സർക്കാർ പിരിച്ച പണം എവിടെ, എങ്ങനെ ചെലവഴിച്ചു എന്നാണ് ചോദിക്കുന്നത്. KPCC-യുടെ കാണാതെ പോയ ആപ്പ് പോലെയല്ല സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നത്. അത് കൃത്യമായിട്ട് ഓരോ രൂപയും ഔദ്യോഗിക രേഖയായി നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഓരോ ഇനത്തിനും ചിലവായ പണം പൊതുജനങ്ങൾക്ക് കാണാനാവും. സുതാര്യമാണ്. ഇത് സാധാരണ വ്യത്യസ്തമായിട്ട് അവിടെ ദൈനംദിന ജീവിതത്തിനുള്ള പണം കൊടുക്കുന്നുണ്ട്. അവർ വാടകക്കാണ് താമസിക്കുന്നത്, വാടകക്കുള്ള പണം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് സ്വരൂപിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പോലും നമുക്ക് കാര്യമായ ഒരു ഫണ്ടും തന്നിട്ടില്ല. അപ്പോൾ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളവ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കളവ്, ഞങ്ങൾ വൈകിയില്ലല്ലോ എന്ന്. എങ്ങനെയാണ് ഈ 1.5 വർഷത്തിന് ശേഷം വൈകിയില്ലല്ലോ എന്നവർ പറയുന്നത്? പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ആ പാർട്ടി എത്ര തവണയാണ് ഉരുണ്ട് കളിച്ചത് എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെയും ഇപ്പോൾ ഏറ്റവും അവസാനം കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ 29-ന് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ സംഭവിച്ചത്? എന്തേ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയാതിരുന്നത്? അപ്പോൾ പൂർണ്ണമായി ഭൂമി പോലും കൈവിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഈ ഡിസംബർ 29-ന്, കഴിഞ്ഞ ഡിസംബർ 29-ന് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ജന്മദിനത്തിൽ കല്ലിടും എന്ന് പറഞ്ഞിരുന്നത്. കല്ലിട്ടിട്ടില്ല. അപ്പോൾ അത് വേറൊരു കളവായിട്ട് കിടക്കുകയാണ്. പിന്നെ ഇനി കോൺഗ്രസിൻ്റെ വീട് എങ്ങനെയുള്ളതാണ് എന്ന് നോക്കാം. DYFI 25 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് 30 വീട് കൊടുക്കുമെന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ വിവിധ രീതിയിൽ പണം സ്വരൂപിച്ചു, കല്ല് ചുവന്നും മീൻ വിറ്റും കിണർ വൃത്തിയാക്കിയും
ഒക്കെ ശേഖരിച്ചിട്ടുള്ള പണമാണ് 20 കോടി റുപ്യ അവർ കൊടുത്തത്. എന്നാൽ യൂത്ത് കോൺഗ്രസ് 1 കോടി രൂപ KPCC കൈമാറി 1 കോടി രൂപക്ക് 30 വീട് എങ്ങനെയാണ് KPCC എടുക്കാൻ പോകുന്നത്? ഒരു വീടിന് 3 ലക്ഷം രൂപ കൊടുത്താൽ വീട് ഉണ്ടാക്കാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിയ അവിടുത്തെയുള്ള വീട് എന്ന് പറയുന്നത് വലിയ സൈസ് 1000 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഇനി അതിൻ്റെ മേലെ 2ാം നില എടുക്കാനും കൂടി കഴിയുന്ന രീതിയിലുള്ള അതിമനോഹരമായ വീടാണ് ഇപ്പോൾ അവിടുത്തെ ഉള്ളത്. അപ്പോൾ ഇവർ പറയുന്ന ഈ 1 കോടി റുപ്യ കൊണ്ട് യൂത്ത് കോൺഗ്രസ്സായി തിരിച്ച ഒരു 30 വീട് എന്ന് പറഞ്ഞാൽ എന്ത് വീടായിരിക്കും? ഇനി 9ാമത്തെ കളവ്, സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും മൂടി വെക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് 9ാമത്തെ കളവ് അതാ പറഞ്ഞത്. ഇങ്ങനെ നിരവധിയായ കളവുകൾ ഓരോ ദിവസവും രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയും വിശദാംശങ്ങളുണ്ട്. വീട് വേണ്ട എന്ന് പറഞ്ഞ 104 പേരുണ്ട്. അവരാണ് ഈ കോൺഗ്രസ്സുകാരിലും വീട് കൊടുക്കും, ലീഗുകാർക്ക് വീട് കൊടുക്കുമെന്ന് പറയുന്നത്. ഈ 104 പേരിലാണ് പേർക്കാണ്. അവർ 15 ലക്ഷം വീതം വാങ്ങി ആദ്യം തന്നെ പോയി. പക്ഷേ ഇപ്പോൾ ആ 15 ലക്ഷം വാങ്ങിയവർ ഇപ്പം ഞങ്ങൾക്ക് അവിടെയൊന്നും വീടില്ല, ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാം എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ വീടും ഈ സൗകര്യമെല്ലാം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കും പ്രയാസമായിട്ടുണ്ട്. അങ്ങനെ 104 ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് 15 ലക്ഷം റുപ്യ വീതം കൊടുക്കുന്നു. ദിവസം 300 രൂപ വീതം കുടുംബത്തിൽ 2 പേർക്ക് നൽകുന്നു. മാസം 9000 രൂപ ഇന്ന് ദുരിതബാധിതർക്ക് ലഭിക്കുന്നുണ്ട്. 686 കുടുംബങ്ങളിലെ 1185 പേർക്ക് ഇപ്പോഴും ഈ സഹായം നൽകുന്നുണ്ട്. എന്താണ് ഗവൺമെന്റ് ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുകയാണ്, നൽകുന്നുണ്ട്. വീട് നിർമ്മാണം പൂർത്തിയാവും വരെ വീട്ടുവാടക 6000 രൂപ ഓരോരുത്തർക്കും നൽകുന്നുണ്ട്. കുടുംബശ്രീ വഴി ഉപജീവനത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ദുരന്തം നടന്ന ഉടൻ തന്നെ കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയിട്ടുണ്ട്. മറ്റ് കടങ്ങൾ എഴുതിത്തള്ളണമെന്ന് ഹൈക്കോടതി തന്നെ ശക്തിയായിട്ട് ഇടപെട്ടിട്ട് അവർ ആ കടം എഴുതിത്തള്ളാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല, ഉരുണ്ട് കഴിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ 565 പേരുടെ 18.75 കോടി രൂപയുടെ കടം എഴുതിത്തള്ളി. ആദ്യം കേരള ബാങ്കിൻ്റെ എഴുതിത്തള്ളി, ഇപ്പോഴെല്ലാ ബാങ്കിൻ്റെയും പണം എഴുതിത്തള്ളുന്നതിന് വേണ്ടി പണം ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. 18.75 കോടി രൂപയുടെ കടമാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ നേരെ വിപരീതമായിട്ട് കളവ് പറയുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവിൻ്റെ എണ്ണം കൃത്യമായിട്ട് എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഒറ്റ കാര്യത്തിൽ വന്ന 9 കളവ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മാതൃകാ പദ്ധതിയെ അപഹസിക്കുകയാണ്. ലോകോത്തരമായ ഒരു പദ്ധതിയായിട്ടാണ് അത് കാണുന്നത്. അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പാഠപുസ്തകങ്ങൾ വൈകില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് മുമ്പ് പറഞ്ഞിരുന്നത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകം കൊടുക്കാൻ പറ്റാത്തതെന്നാണ് ഒരു മന്ത്രി തന്നെ പറഞ്ഞതാണ്. ഓണം നേരത്തെ വന്നു, പിന്നെ എങ്ങനെയാണ് പുസ്തകം കൊടുക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ UDF-കാർ പറഞ്ഞ കാര്യമാണത്. എന്നാൽ ഈ ഫെബ്രുവരി മാസമാണ് ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠ്യപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് 3 മാസം മുമ്പ് പാഠപുസ്തക വിതരണം നടക്കുന്നത്. ഫെബ്രുവരി 12-ന് മുഖ്യമന്ത്രി പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യും. 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളുടെ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം മാർച്ച് 2ാം വാരത്തോടെയാണ് പാഠപുസ്തകങ്ങളുടെ വിതരണം നടത്തിയതെങ്കിൽ ഇപ്പോഴും വളരെ നേരത്തെ തന്നെ അത് തയ്യാറാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്രാവശ്യം വന്നിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള പിന്തുണയാണ്. എല്ലാ കാലത്തും UDF-ന്റെ ഭാഗമായിട്ട് നിൽക്കുകയും UDF-ന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അവരുടെ ഏറ്റവും അവസാനത്തെ തീരുമാനം ഇന്നലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവിധ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകും. മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അവരെടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഒപ്പം നിന്ന ഈ സർക്കാരിനെ ഫലപ്രദമായി സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് മാധ്യമങ്ങൾ പലതും അത്ര ഗൗരവത്തോടെ കണ്ടിട്ടില്ല എന്ന കാര്യമുള്ളതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയണം എന്ന് വിചാരിച്ചത്. ഏതോ ഒരു വളരെ ചെറിയ പത്രങ്ങൾ മാത്രമാണ് ഇത് പുറത്തത്. വലിയ മാധ്യമ ശ്രദ്ധയിൽ വന്നിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരി വ്യവസായ സമിതിയുണ്ട്. അതിനേക്കാളെല്ലാം വലിയ സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി.
അവർ വളരെ വ്യക്തതയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ ഒന്നാണ്, സ്വാഗതാർഹവുമാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ പറയാൻ. എന്ത് പിന്തുണ? കെട്ടിടം നിർമ്മിക്കുന്ന എന്താ പിന്തുണ വേണ്ടത്? അതായത് സ്ഥലം കൊടുക്കില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനോടും പറഞ്ഞിട്ടുണ്ട്, ലീഗിനോടും പറഞ്ഞിട്ടുണ്ട്. സ്പോൺസർമാർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ള പരിപാടി അവിടെ നടക്കില്ല. കാരണം അവിടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സ്ഥലമില്ല, ഗവൺമെൻറ് തന്നെ സ്ഥലം വിലക്ക് വാങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്തത്. ബാക്കി എല്ലാ കാര്യവും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയൊക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതിൽ ഒരു തടസ്സവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട കാര്യമില്ല. അവർ മാത്രമല്ല, അവർ വീട് ഏതാണ്ട് എടുത്ത് പൂർത്തിക്കൊണ്ടിരിക്കുകയാണ്. ലീഗ്, കോൺഗ്രസ്സാണ് തുടങ്ങാതിരുന്നത്. അതെ, പട്ടയം അല്ല, ആക്ഷേപം ഒന്നും കാര്യമൊന്നുമില്ല. ഇത് പറയുന്ന പോലെ തന്നെ ആക്ഷേപിക്കുക മാത്രമേ ഉള്ളൂ. ആക്ഷേപിക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. അവിടെ സ്പോൺസർമാർ വീടുണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഉണ്ടായിട്ടുള്ളൂ, അന്ന് പോലെ ഇന്ന് പോലെ. പക്ഷേ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ വീടുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരാതി. അത് ലീഗുകാർ അത്രത്തോളം പരാതിക്ക് അടിയാക്കിയിട്ടില്ല. അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് വീടിൻ്റെ. ആയിക്കോട്ടെ, അതുകൊണ്ട് അത് നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാ? എങ്ങനെയാ കാണുന്നത്? അതിനൊക്കെ നേരിട്ട് പോകല്ലാണ്ട് വേറെ വഴി എന്താ ഉള്ളത്? വിമതന്മാരെന്ന് നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പലരും. ആരാണെന്ന് എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല, ഞാൻ ആ വാർത്ത വായിച്ചിട്ടുമില്ല. അത് സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക? ഉറപ്പായിട്ടും അതിനെ നേരിട്ട് കൊണ്ടുപോകും. വേറെ എന്താ? ആര്? അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക ഉത്തരവും ഇല്ല എന്ന് ഞാൻ സാധാരണ പറയുന്നത്. നിങ്ങൾ പൊതുവെ ആളായിരിക്കും, അതുകൊണ്ടാണ്. സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ചർച്ച ചെയ്തോട്ടെ. ഞങ്ങൾ UDFിന്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടില്ലല്ലോ, UDFിനല്ലേ എതിർക്കുന്നത്. UDFിന്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടല്ല എതിർക്കുക, ഞങ്ങൾ UDFിനെയാണ് എതിർക്കുന്നത്. രാഷ്ട്രീയ നിലപാടാണ്, അല്ലാണ്ട് വ്യക്തിപരമായ നിലപാടൊന്നുമല്ല. UDFും BJPയും RSSും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പറയുന്നത് കൃത്യമായ ആശയപരമായ വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എല്ലാം എതിർക്കുന്നത്. അപ്പം അതിൽ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. വിസ്മയം ഒരു വിസ്മയവും ഇല്ല. അത് പണ്ട് വലിയ ബോംബ് പൊട്ടുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ, അതുപോലുള്ള വിസ്മയം മാത്രമേ ഉള്ളൂ. വിസ്മയം ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടിയും. അതുകൊണ്ട് വിസ്മയമൊന്നുമില്ല. ഇപ്പോൾ ഒരേ ഒരു വിസ്മയം കളവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവ് പറയാൻ തുടങ്ങും. 9 കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ മേലെ പറഞ്ഞത്. അതാണ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളോട് പറഞ്ഞത്. അത് ശരി. അത് പിന്നെ വേറെ ഞാനൊന്നും പറയുന്നില്ല. രാഷ്ട്രീയമല്ല പോലും. പിന്നെ രാഷ്ട്രീയമാണ്. ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മനസ്സിലായില്ല യൂത്ത് കോൺഗ്രസിന്, അതും അല്ല യൂത്ത് ലീഗിനും. അതൊന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും രാഷ്ട്രീയമാണ്, ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ്. പിന്നെ രാഷ്ട്രീയമല്ല എന്ന് പറയാം. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അവസരവാദപരമായ നിലപാടാണ്. വർഗീയവാദികളുമായി കൂട്ടുചേരാൻ വേണ്ടിയുള്ള പുതിയ വളഞ്ഞ വഴി കണ്ടുപിടിക്കുകയാണ് യൂത്ത് ലീഗ്. അതിൽ വളരെ നല്ല വർഗീയതയുള്ള ഒരുപടി ആളുകൾ ഇതിനകത്തുണ്ട്. അതിശക്തിയായിട്ട് മതമാണ് കാര്യം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ. അത് രാഷ്ട്രീയമല്ലല്ലോ, അത് വർഗീയല്ലേ. അത് പറഞ്ഞത് ഒരു പഴയ കേസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഴയ MLA ആണ് ലീഗിന്റെ. താനി വർഗീയത. അല്ല, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മീഡിയയുടെ മേലെ കടന്നാക്രമണം നടത്തുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർ പറയുന്ന തെറ്റായ നിലപാടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രതിരോധം ചമക്കുന്നതിന് പകരം അതിനെ നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല, പൊതുവേ യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് മീഡിയ വണ്ണിനെതിരായിട്ട് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ മീഡിയ വണ്ണിൻ്റെ ഒപ്പം ആകുന്നത്. പക്ഷേ മീഡിയ വണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ അതിനിശ്ചിതമായി ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. അത് രണ്ടും ചേർത്ത് കൊണ്ടുപോകണം എന്ന് കൈകാര്യം ചെയ്യാൻ. അതിലൊന്നും വിട്ടുവീഴ്ചയൊന്നുമില്ല. മീഡിയ വൺ യഥാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശയ പരിസരം രൂപപ്പെടുത്തി വർഗീയതക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ്. അത് ഞങ്ങൾ അതിശക്തിയായിട്ട് പറയുന്നത്. അവിടെ തന്നെ ഇപ്പോൾ ജീവനക്കാർ സമരത്തിലാണ് മീഡിയ വണ്ണിൻ്റെ ഭാഗമായിട്ട്. ഇന്നലെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണെന്ന്. മാധ്യമം മീഡിയ അവരെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ മീഡിയ സംവിധാനത്തിൽ
ഇവർ ഈ പുറത്തു പറയുന്ന ജനാധിപത്യമൊന്നും അതിനുള്ളിലില്ല എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെട്ടത്. ഇന്നലെ പത്രത്തിൽ തന്നെ പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇന്ന ദിവസം സമരം പ്രഖ്യാപിക്കാൻ പോവുകയാണെന്നൊക്കെ അവർ പറയുന്ന നില ഉണ്ടായിരുന്നു. അല്ല, പണ്ട് ഇതുപോലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ എത്രയോ വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പണ്ട് നക്സലൈറ്റ് സംവിധാനം വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് CPM ഒഴിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടുള്ള ഈ രോഗബാധിത വന്നതിന് ശേഷം മുറിച്ചു മാറ്റിയിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അതിനേക്കാളെല്ലാം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഓരോ ഘട്ടത്തിലുള്ള അനുഭവം. ഞാൻ പിന്നെ പേരൊന്നും അധികം പറയാണ്ട് തന്നെയാണ്. നക്സലൈറ്റിന് ഇപ്പുറത്ത് ഒരുപാട് പേരുണ്ട് പറയാൻ. ഒന്നും ഞാൻ പറയുന്നു. യെസ്, അവസാനിപ്പിക്കാനോ? നമുക്ക് വരുന്നില്ലോ.